ശാരീരികമായും മാനസികമായും വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമായുണ്ട്. മുൻകാലഘട്ടങ്ങളിൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെ വികലാംഗർ അഥവാ ഹാൻഡിക്യാപ്ഡ് എന്നും മാനസികമായി വെല്ലുവിളികൾ നേരിടുന്നവരെ ഭ്രാന്തുള്ളവർ അഥവാ മാഡ് പേഴ്സൺ എന്നും വിളിച്ചിരുന്നു. പിന്നീട് ഇത്തരക്കാരെ ശാരീരികമായി വെല്ലുവിളികൾ നേരിടുന്നവർ അഥവാ ഫിസിക്കലി ചലഞ്ചഡ് എന്നും മാനസികമായി വെല്ലുവിളികൾ നേരിടുന്നവർ അഥവാ മെൻ്റലി ചലഞ്ചഡ് എന്നും വിളിക്കപ്പെട്ടു. ആധുനിക സമൂഹത്തിൽ ഇവരെ ഡിഫറൻ്റ്ലി ഏബിൾ അഥവാ വ്യത്യസ്തമായ കഴിവുകളുള്ളവർ എന്ന പോസിറ്റീവായ കാഴ്ചപ്പാടിലാണ് ഇത്തരം വ്യക്തികളെ വീക്ഷിക്കുന്നത്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ കഴിവില്ലാത്തവരല്ലെന്നും അവർക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വമുണ്ടെന്നും അവർ ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യേണ്ടവരാണ് എന്നുമുള്ള ബോധ്യമാണ് ഈ മാറ്റത്തിലുള്ള കാരണം. ശാരീരികമായി വെല്ലുവിളികൾ നേരിടുന്നവർക്കായി സർക്കാർ ജോലിയിലും സാമൂഹിക ചുറ്റുപാടുകളിലുമെല്ലാം സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇത്തരം വ്യക്തികളുടെ സാമൂഹിക പിന്നോക്കാവസ്ഥ മാറ്റുവാനും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ന് ശാരീരിക വെല്ലുവിളികൾ അംഗവൈകല്യം മാത്രമല്ല, പല മാറാരോഗങ്ങളായ ക്യാൻസർ, HIV, എയ്ഡ്സ് തുടങ്ങിയ രോഗങ്ങളുള്ളവരെയും വാർദ്ധക്യത്തിൻ്റെ ബലഹീനത അനുഭവിക്കുന്നവരെയും കിടപ്പ് രോഗികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ മനോരോഗികളെന്ന മുദ്ര കുത്താതെ അവർക്കാവശ്യമായ ചികിത്സകളും സാന്ത്വനവും അംഗീകാരവും ആദരവും നൽകി മറ്റേതൊരു വ്യക്തിയെയും പോലെ സമൂഹത്തിൽ സാധാരണ ജീവിതം നയിക്കുവാൻ പര്യാപ്തമാക്കേണ്ടതും സമൂഹത്തിൻ്റെ കടമയാണ്. ഒരു വ്യക്തി രോഗിയായിത്തീരുന്നത് ആ വ്യക്തിയുടെ കുറ്റം കൊണ്ടല്ലെന്നും സമൂഹത്തിനും അതിൽ പങ്കുണ്ടെന്നും അവർക്ക് അംഗീകാരവും ആദരവും നൽകിക്കൊണ്ട് സമൂഹത്തിലെ സൗഖ്യത്തിലേക്ക് അവരെ നയിക്കേണ്ടത് സമൂഹത്തിൻ്റെ കടമയാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നൽകപ്പെട്ട പാഠഭാഗങ്ങളിലൂടെ ശാരീരിക മാനസിക വെല്ലുവിളി അനുഭവിക്കുന്നവർക്ക് സംരക്ഷണവും ബഹുമാനവും നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, അവകാശങ്ങൾ സംരക്ഷിക്കുക. അവകാശങ്ങൾ സംരക്ഷിക്കുക. 2 ശമൂവേൽ 9 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ രാജാവായിരുന്ന ദാവീദ് ശൗൽ രാജാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട മെഫീബോശത്ത് എന്ന മുടന്തനായ വ്യക്തിക്ക് നൽകിയ അംഗീകാരത്തെയും ആദരവിനെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദാവീദിൻ്റെ ശത്രുവായിരുന്ന ശൗൽ രാജാവ് ദാവീദിനെ പലപ്പോഴും കൊല്ലുവാൻ ശ്രമിച്ചു. ശൗലിൻ്റെയും മകനായ യോനാഥാൻ്റെയും കൂടാതെ ശൗലിൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റ് അംഗങ്ങളുടെയുമെല്ലാം മരണത്തിന് ശേഷം ദാവീദ് രാജാവ് തൻ്റെ രാജസ്ഥാനം സുസ്ഥിരമാക്കുന്നു. അതിനുശേഷം ദാവീദ് അയൽരാജ്യത്തിൽ പലരെയും യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ശത്രുക്കളെ നിർമൂലമാക്കുകയും ചെയ്തു. ഇങ്ങനെ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചതിന് ശേഷമാണ് ശൗലിൻ്റെ കുടുംബത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് നന്മ ചെയ്യേണ്ടതിന് അവരിൽ ആരെങ്കിലും ശേഷിച്ചിരിപ്പുണ്ടോ എന്ന് ദാവീദ് അന്വേഷിച്ചത്. ശൗലിൻ്റെ ഗൃഹത്തിൽ വേല ചെയ്തിരുന്ന സീബ എന്ന ഭൃത്യനെ വിളിച്ചു വരുത്തി ഈ വിവരം അന്വേഷിക്കുന്നു. സീബയിൽ നിന്നും യോനാഥാൻ്റെ മകനും 2 കാലം മുഴന്തുള്ളവനുമായ മെഫീബോശത്തെക്കുറിച്ച് വിവരം ലഭിക്കുകയും അവനെ തൻ്റെ അടുക്കൽ വരുത്തുകയും ചെയ്യുന്നു. ശൗലിൻ്റെ കുടുംബത്തിന് അവകാശപ്പെട്ട നിലമെല്ലാം മെഫീബോശത്തിന് നൽകുകയും സീബയെയും അവൻ്റെ മക്കളെയും ദാസീദാസന്മാരെയും മെഫീബോശത്തിന് വേണ്ടി ദാസ്യവേല ചെയ്യുവാൻ നിയോഗിക്കുകയും ചെയ്തു. കൂടാതെ ഒരു രാജകുമാരന് അർഹമായ എല്ലാ സൗകര്യങ്ങളും അവന് നൽകുകയും രാജമേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു. അംഗവൈകല്യമുള്ള വ്യക്തിയായിട്ട് പോലും അവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അർഹതപ്പെട്ട ബഹുമാനവും ആദരവും നൽകുകയും ചെയ്യുന്നു. ഇത് ആധുനിക സമൂഹത്തിനുള്ള വലിയൊരു മാതൃകയാണ്. ശാരീരിക മാനസിക വെല്ലുവിളികൾ അനുഭവിക്കുന്നവരെ ചൂഷണം ചെയ്യുകയും അവരുടെ വസ്തുവകൾ സ്വന്തമാക്കുകയും അവരെ നിന്ദയോടെ കാണുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ദാവീദിൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ശാരീരിക മാനസിക വൈകല്യങ്ങൾ അനുഭവിക്കുന്നവരെ ബഹുമാനിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ ചിന്ത, സ്വയം പര്യാപ്തരാക്കുക. സ്വയം പര്യാപ്തരാക്കുക. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പത്രോസ് ഐനയോസ് എന്ന പക്ഷപാതക്കാരനായ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ സൗഖ്യമാക്കുന്നു. യെരുശലേമിന് 40 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന ലുദ്ദ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. ഐനയോസ് 8 വർഷക്കാലമായി പക്ഷപാത രോഗം പിടിച്ച് പരസഹായത്താൽ ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. സ്വന്തമായി എഴുന്നേറ്റ് നടക്കാനോ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കുവാനോ അവന് കഴിവില്ലായിരുന്നു. പത്രോസ് അവനോട്, ഐനയോസെ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഐനയോസ് കിടക്ക വിട്ട് എഴുന്നേറ്റു. പത്രോസല്ല, യേശുവാണ് ഐനയോസിനെ സൗഖ്യമാക്കുന്നത്
എന്ന ബോധ്യം പത്രോസിന് ഉണ്ടായിരുന്നു. പത്രോസ് താൽക്കാലിക സഹായം അവന് വാഗ്ദാനം ചെയ്യുകയല്ല, മറിച്ച് അവനെ സൗഖ്യത്തിലേക്ക് നയിക്കുകയും സ്വയം പര്യാപ്തനാക്കുകയുമാണ് ചെയ്യുന്നത്. ഇന്ന് ശാരീരിക മാനസിക വെല്ലുകൾ അനുഭവിക്കുന്നവരെ താൽക്കാലികമായി സഹായിക്കുന്നവരുണ്ടാകാം. എന്നാൽ അവരെ സൗഖ്യത്തിലേക്കും സ്വയം പര്യാപ്തിയിലേക്കും നയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നാൽ അത് വളരെ ശ്രമകരവുമായ ഒരു പ്രവൃത്തിയാണ്. ഈ ഒരു മാതൃകയാണ് പത്രോസ് നമുക്ക് നൽകി തരുന്നത്. അംഗവൈകല്യത്തിൻ്റെ പേരിൽ ഭിക്ഷാടനം നടത്തുന്ന വ്യക്തികൾ എല്ലാ കാലത്തുമുണ്ട്. അംഗവൈകല്യത്തെ ചൂഷണം ചെയ്യുന്ന ഭിക്ഷാടന മാഫികളുമുണ്ട്. ചിലർ തൊട്ടുകൾ കൊടുത്ത് അത്തരം വ്യക്തികളെ ഒഴിവാക്കുന്നവരാണ് നമ്മിൽ പലരും. അതൊരു എസ്കേപ്പിസമാണ്. എന്നാൽ അവരെ സൗഖ്യത്തിലേക്ക് നയിക്കുവാനും സ്വയം പര്യാപ്തരാക്കി തൊഴിൽ ചെയ്യുവാൻ തക്കവണ്ണം അവരെ കഴിവുള്ളവരാക്കുവാനും അതിന് അവസരം ഒരുക്കേണ്ടതും സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് നാം ഓർക്കേണ്ടതാണ്. മൂന്നാമത്തെ ചിന്ത സൗഖ്യത്തിലേക്ക് നയിക്കുക. സൗഖ്യത്തിലേക്ക് നയിക്കുക. മർക്കോസ് 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യേശു വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ ശബ്ബത്ത് ദിനത്തിൽ സൗഖ്യമാക്കുന്നതായി നാം വായിക്കുന്നു. കഫർനഹൂമിലെ സിനഗോഗിൽ വെച്ചായിരിക്കാം ഈ സംഭവം നടന്നത്. ശബ്ബത്ത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ ആരാധിക്കാനുള്ള ദിനമായിരുന്നു. യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു പ്രമാണം. ശബ്ബത്തിൻ്റെ ഉദ്ദേശം മനുഷ്യന് തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമം ലഭിക്കേണ്ടതിനും ദൈവത്തെ ആരാധിക്കേണ്ടതിനുമാണ്. എന്നാൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങളെക്കാൾ ശബ്ബത്തിൻ്റെ നിയമങ്ങൾക്ക് മതപുരോഹിതർ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ ദിവസങ്ങളെക്കാളും നിയമങ്ങളെക്കാളും പ്രാധാന്യം മനുഷ്യനാണ് എന്നതിന് യേശു ഊന്നൽ നൽകി. ദേവാലയങ്ങളും ആരാധനാലയങ്ങളും സൗഖ്യത്തിനുള്ള ഇടങ്ങളാണ്. ദേവാലയത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടണം. വേർതിരിവുകൾക്കും വിവേചനങ്ങൾക്കും അതീതമായിരിക്കണം ആരാധനകൾ. ശാരീരികമായും മാനസികമായും വൈകല്യം അനുഭവിക്കുന്നവരെ കരുതുകയും ബഹുമാനിക്കുകയും വിടുതലിലേക്ക് നയിക്കുകയും ചെയ്യുവാൻ നമുക്ക് ഇടയാകണം. ഇപ്രകാരം ശാരീരിക മാനസിക വെല്ലുവിളികൾ അനുഭവിക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സ്വയം പര്യാപ്തരാക്കുവാനും സൗഖ്യത്തിലേക്ക് നയിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.